ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിത്തിൽ കയറ്റി IPL പോരാട്ടങ്ങൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകരുടെ ഹൃദയം തകർക്കുന്ന വമ്പൻ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 5 തവണ IPL കിരീടം ചൂടിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് കനത്ത മങ്ങലേൽപ്പിച്ചുകൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് മാരക ഫോമിൽ മിന്നും ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിർത്താൻ ഈ മത്സരത്തിൽ ജയിച്ചേ തീരൂ എന്ന ഹിമാലയൻ ചാലഞ്ചുമായി സ്വന്തം തട്ടകത്തിലിറങ്ങിയ CSKയെ 5 വിക്കറ്റുകൾക്കാണ് ഓറഞ്ച് ആർമി തകർത്തുവിട്ടത്. ചെന്നൈയുടെ കോട്ടയായ ചെപ്പോക്കിൽ വെച്ചാണ് സൺറൈസേഴ്സ് ഈ വമ്പൻ വേട്ട നടത്തിയത്. ഈ വിജയത്തോടെ IPL പോയിന്റ് ടേബിളിൽ വലിയ അട്ടിമറികളാണ് സംഭവിച്ചിരിക്കുന്നത്. മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് കടന്നാൽ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ ടോസ് ഭാഗ്യം തുണച്ച CSK നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ഒട്ടും മടിക്കാതെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അവസാന മത്സരത്തിലെ ടീമിൽ ഒരു പ്രധാന മാറ്റവുമായാണ് CSK ഇന്ന് കളിക്കാനിറങ്ങിയത്. ഗുർജപ്തീൻ സിംഗിനു പകരം അക്കീൽ ഹൊസൈനെ അവർ പ്ലേയിംഗ് 11ലേക്ക് തിരികെ വിളിച്ചിരുന്നു. എന്നാൽ SRH ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ച അതേ ടീമിനെ തന്നെ നിലനിർത്തിയാണ് ചെന്നൈയെ നേരിടാനെത്തിയത്. സ്വന്തം കാണികൾക്ക് മുന്നിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റുകൾ നഷ്ടത്തിലാണ് 180 റൺസെന്ന വെല്ലുവിളി ഉയർത്തുന്ന ടോട്ടൽ പടുത്തുയർത്തിയത്. എന്നാൽ ഈ ഇന്നിംഗ്സിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചെന്നൈ നിരയിൽ ഒരു ബാറ്റ്സ്മാന് പോലും ഒരു 50+ സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ്. വിക്കറ്റുകൾ കൃത്യമായ ഇടവേളകളിൽ വീണത് ചെന്നൈയുടെ വമ്പൻ സ്കോറിലേക്കുള്ള കുതിപ്പിന് തടയിട്ടു. മത്സരത്തിന്റെ തുടക്കത്തിൽ വളരെ അഗ്രസീവായൊരു സ്റ്റാർട്ടാണ് CSKയ്ക്ക് ചെന്നൈയുടെ സ്വന്തം സഞ്ജു സാംസൺ നൽകിയത്. 1 ഡൌണായി ക്രീസിലെത്തിയ സഞ്ജു നേരിട്ട ആദ്യ ബോൾ മുതൽ ആക്രമിച്ച് കളിക്കുകയായിരുന്നു. വെറും 13 ബോളിൽ നിന്നും 5 ഫോറും ഒരു 6 27 റൺസുമായി അദ്ദേഹം കത്തിക്കയറിയെങ്കിലും നിർഭാഗ്യവശാൽ സൺറൈസേഴ്സ് നായകൻ പാറ്റ് കമ്മിൻസിന്റെ മാരകമായ ബൌളിംഗിൽ എഡ്ജായി വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി സഞ്ജു ക്രീസ് വിടുകയായിരുന്നു. മറ്റൊരു ഓപ്പണറായ ഉർവിൽ പട്ടേൽ 8 ബോളിൽ 2 6 13 റൺസുമായി നന്നായി തുടങ്ങിയെങ്കിലും സാക്കിബ് ഹുസൈന്റെ ബൌളിംഗിൽ ലൈൻ മിസ്സായി കുറ്റിത്തെറിച്ച് മടങ്ങുകയായിരുന്നു. അതോടെ ചെന്നൈ 48 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായി. പക്ഷേ CSK ബാറ്റിംഗ് ലൈനപ്പിലെ ഏറ്റവും വലിയ നിരാശയും ദുരന്തവുമായി മാറിയത് മറ്റാരുമല്ല, അവരുടെ ക്യാപ്റ്റനും ഓപ്പണറുമായ ഋതുരാജ് ഗെയ്ക്വാദ് ആയിരുന്നു. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട നായകൻ ടെസ്റ്റ് മത്സരങ്ങളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള അതിദാരുണമായ സ്ലോ ഇന്നിംഗ്സാണ് ഇന്ന് കാഴ്ചവെച്ചത്. വെറും 71.43 എന്ന ദയനീയ സ്ട്രൈക്ക് റേറ്റിൽ 21 ബോളുകൾ നേരിട്ട ഋതുരാജ് വെറും 15 റൺസ് മാത്രമാണ് നേടിയത്. അതിലൊരൊറ്റ ബൗണ്ടറി പോലും ഉൾപ്പെട്ടിരുന്നില്ല. പവർ പ്ലേ ഓവറുകൾ പൂർണ്ണമായും പാഴാക്കിക്കളഞ്ഞ ഋതുരാജിന്റെ ഈ സ്ലോ ബാറ്റിംഗ് ചെന്നൈക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. തുടർന്ന് 3-ാം വിക്കറ്റിൽ ഒന്നിച്ച കാർത്തിക് ശർമ്മ ഋതുരാജ് ജോഡി 42 റൺസ് ടീം സ്കോറിലേക്ക് കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ കൂട്ടുകെട്ട് വളരെ പതുക്കെയാണ് റൺസ് സ്കോർ ചെയ്തത്. മാത്രമല്ല കാർത്തിക് ശർമ്മ 32 റൺസെടുത്ത് പുറത്താവുകയും തൊട്ടുപിന്നാലെ ഋതുരാജും മടങ്ങുകയും ചെയ്തു. ഇരുവരും വെറും 10 റൺസിന്റെ വ്യത്യാസത്തിൽ അടുത്തടുത്ത ഓവറുകളിൽ പുറത്തായതോടെ CSK 4-ന് 100 റൺസ് എന്ന വൻ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. അവിടെ നിന്നാണ് 5-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഡെവാൾഡ് ബ്രവിസ് ശിവം ദുബെ ജോഡി രക്ഷാപ്രവർത്തനം നടത്തിയത്. ചെന്നൈ ബാറ്റിംഗ് നിരയിൽ 44 റൺസെടുത്ത സൗത്ത് ആഫ്രിക്കൻ യുവതാരം ഡെവാൾഡ് ബ്രവിസാണ് ടീമിന്റെ ടോപ്പ് സ്കോററായത്. ഈ സീസണിൽ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറും കൂടിയാണിത്. വെറും 27 ബോളിൽ നിന്നും 4 കൂറ്റൻ സിക്സറുകളും 2 ഫോറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. മധ്യനിരയിൽ ബ്രവിസിന്റെ ഈ വെടിക്കെട്ടാണ് ചെന്നൈയെ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത്. ശിവം ദുബെ 26 റൺസ് നേടി ബ്രവിസിന് ശക്തമായ പിന്തുണ നൽകി. ഇരുവരും ചേർന്ന് 39 ബോളിൽ നിന്നും അതിവേഗം നേടിയ 59 റൺസാണ് തകർച്ചയിലായിരുന്ന CSKയെ 170+ കടക്കാൻ സഹായിച്ചത്. ചെന്നൈ ഇന്നിംഗ്സിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടും ഇതുതന്നെയാണ്. അവസാന ഓവറുകളിൽ കൂടുതൽ റൺസ് അടിച്ചുകൂട്ടാൻ കഴിയാതെ പോയതാണ് ചെന്നൈയെ 7 വിക്കറ്റിന് 180 റൺസിൽ ഒതുക്കിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൌളിംഗ് നിരയിലേക്ക് നോക്കിയാൽ അവരുടെ നായകൻ പാറ്റ് കമ്മിൻസാണ് ബൌളിംഗിൽ ഏറ്റവും മികച്ചു നിന്നത്. കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ കമ്മിൻസ് 3 വിക്കറ്റുകളുമായി ചെന്നൈയുടെ ബാറ്റിംഗ് ആക്രമണത്തിന്റെ നട്ടെല്ലൊടിച്ചു. നായകന് വമ്പൻ പിന്തുണ നൽകിയ യുവ ബൌളർ സാക്കിബ് ഹുസൈൻ നിർണായകമായ 2 വിക്കറ്റുകളും സ്വന്തമാക്കി. ഇനി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദിന്റെ പ്രകടനത്തിലേക്ക് വരാം. 180 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹൈദരാബാദിന് തുടക്കത്തിൽ തന്നെ വമ്പൻ തിരിച്ചടികളാണ് നേരിട്ടത്. ഈ സീസണിൽ ഉടനീളം തകർപ്പൻ ഫോമിൽ കളിക്കുന്ന അവരുടെ സൂപ്പർ ഓപ്പണിംഗ് ജോഡികളായ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചെന്നൈ ബൌളർമാർക്ക് മുന്നിൽ പെട്ടെന്ന് തന്നെ പവലിയനിലേക്ക് മടങ്ങി. അഭിഷേക് ശർമ്മ 26 റൺസെടുത്തും ട്രാവിസ് ഹെഡ് വെറും 6 റൺസിനും പുറത്തായപ്പോൾ ചെന്നൈ ആരാധകർ ഗാലറിയിൽ വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു. എന്നാൽ CSK ഞെട്ടിച്ചുകൊണ്ട് തുടർന്ന് ക്രീസിൽ ഒത്തുചേർന്ന ഇഷാൻ കിഷന്റെയും ഹെൻറിച്ച് ക്ലാസിന്റെയും വിനാശകരമായ ഇന്നിംഗ്സുകളാണ് SRHന്റെ വിജയത്തിന് ശക്തമായ അടിത്തറയിട്ടത്. ചെന്നൈ ബൌളർമാരെ നാടുവിറപ്പിക്കുന്ന രീതിയിലാണ് ഇരുവരും ബാറ്റ് വീശിയത്. 3-ാം വിക്കറ്റിൽ ഈ സഖ്യം വെറും 41 ബോളിൽ നിന്നായി അടിച്ചെടുത്തത് 75 റൺസാണ്. ഈ ഒറ്റ പാർട്ണർഷിപ്പാണ് മത്സരം പൂർണ്ണമായും ചെന്നൈയുടെ കൈകളിൽ നിന്നും തട്ടിയെടുത്ത് ഹൈദരാബാദിന് അനുകൂലമാക്കിയത്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഇഷാൻ കിഷൻ ചെന്നൈ ബൌളിംഗ് നിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 47 ബോളിൽ നിന്നും 7 ഫോറും 3 കൂറ്റൻ സിക്സറുകളും അടങ്ങുന്ന 70 റൺസിന്റെ മാസ് ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. മറുവശത്ത് ഇഷാന് ശക്തമായ പിന്തുണ നൽകിയ ഹെൻറിച്ച് ക്ലാസൻ
വെറും 26 ബോളിൽ നിന്നും 6 ഫോറും 2 സിക്സുമടക്കം 47 റൺസ് നേടി പുറത്താകാതെ നിന്നു. ഒടുവിൽ ഒരോവർ ശേഷിക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ SRH ആ വമ്പൻ വിജയലക്ഷ്യം വളരെ അനായാസം മറികടക്കുകയായിരുന്നു. ഈ വിജയത്തോടെ മാരക ഫോമിലുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇപ്പോൾ 16 പോയിന്റുകളുമായി പ്ലേ ഓഫിലേക്ക് ആധികാരികമായി മുന്നേറിക്കഴിഞ്ഞു. SRHനൊപ്പം ഇതേ പോയിന്റുള്ള ഗുജറാത്ത് ടൈറ്റൻസും പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഇതിനകം തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ച ആദ്യ ടീമായി മാറിയിരുന്നു. എന്നാൽ ഈ മത്സരത്തിലെ തോൽവിയോടെ 12 പോയിന്റ് മാത്രമുള്ള CSKയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ശേഷിച്ച ഏക മത്സരത്തിൽ വൻ മാർജിനിൽ ജയിച്ചാൽ പോലും മറ്റു ടീമുകളുടെ റൺ റേറ്റിനെയും വിജയങ്ങളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ചെന്നൈ. ഈ സീസണിൽ CSKയും SRHും മുഖാമുഖം വന്ന രണ്ടാമത്തെ മത്സരം കൂടിയാണിത് എന്ന പ്രത്യേകതയും ഈ പോരാട്ടത്തിനുണ്ട്. കഴിഞ്ഞ മാസം 18-ന് ഹൈദരാബാദിൽ വെച്ച് ഇരു ടീമും ആദ്യമായി ഏറ്റുമുട്ടിയപ്പോഴും വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം തന്നെയായിരുന്നു. അന്ന് നടന്ന ആവേശകരമായ മത്സരത്തിൽ വെറും 10 റൺസിന്റെ നേരിയ മാർജിനിലുള്ള ജയമാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. ഇപ്പോൾ ഇതാ ചെന്നൈയുടെ സ്വന്തം തട്ടകമായ ചെപ്പോക്കിൽ വെച്ച് നടന്ന രണ്ടാം പോരാട്ടത്തിലും CSKയെ നാണം കെടുത്തിക്കൊണ്ട് ഓറഞ്ച് ആർമി തങ്ങളുടെ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. ചെന്നൈയെ അവരുടെ സ്വന്തം മണ്ണിൽ വന്ന് തോൽപ്പിച്ചു എന്നത് സൺറൈസേഴ്സ് ആരാധകർക്ക് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. പ്ലേ ഓഫ് ഉറപ്പിച്ച ഹൈദരാബാദിന്റെ കിരീട സാധ്യതകൾ ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈയുടെ ഈ പതനത്തെക്കുറിച്ചും ഋതുരാജിന്റെ സ്ലോ ബാറ്റിംഗിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.